വരമ്പത്തു കൂലി വലയ്ക്കുന്ന താര എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ വത്സൻ തില്ലങ്കേരി, ഇന്നൊരു കൊലപാതകം, ഇന്നലെ ഒരു കൊലപാതകം. എന്തായാലും ഒരു കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്കൊഴിഞ്ഞു പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും വലിയ കുറ്റവാളികളായി CPM-നെയും ഈ സർക്കാരിനെയും ഒക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ചിത്രീകരിക്കുന്നത് ആ വിധത്തിൽ? ഇന്നലെ നടന്ന കൊലപാതകം മാധ്യമപ്രവർത്തകന്മാർ പൊതുവെ കരുതുന്നത് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന കൊലപാതകങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നേതൃത്വം ആസൂത്രണം ചെയ്ത് സംഘടനയൊക്കെ അറിഞ്ഞ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ ഈ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും പുറം ലോകം അറിയുന്നില്ല. കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ വളാങ്കിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഞങ്ങളുടെ 11 പ്രവർത്തകന്മാർ വെവ്വേറെ അക്രമ സംഭവങ്ങൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, ഓട്ടോറിക്ഷ തകർക്കപ്പെട്ടിട്ടുണ്ട്, ബൈക്കുകൾ കത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കേസിലാണ് പ്രതികൾ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെത്തിയ ഉടനെ തന്നെ CPM നേതാക്കന്മാർ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുവന്നു. പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നില്ല, വീടുകൾ ആക്രമിക്കപ്പെടുന്നു. ഇപ്പോൾ തന്നെ 10-14ഓളം വീടുകൾ അവിടെ ആക്രമിക്കപ്പെട്ടു. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അവിടുന്ന് സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിച്ച് വരുന്ന സമയത്ത് ചില സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇത് പോലീസാണ്. കേസ് കൊടുത്താൽ പോലീസ് കേസെടുക്കുന്നില്ല, കേസെടുക്കുന്നുണ്ടെങ്കിൽ പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്താൽ CPM പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുവരുന്നു. ഇത്തരം ഒരു അരാജകാവസ്ഥ ഉണ്ടാക്കിയ ഭരണകൂടമാണ്. ഇതിന് മറുപടി പറയേണ്ടത് ഞങ്ങളല്ല. രണ്ടാമത്തത്, ഇന്ന് നടന്ന ആ സംഭവം 2002 മാർച്ച് മാസം 22-ാം തീയതിയാണ് ഉത്തമൻ കൊലയപ്പെടുന്നത്. അദ്ദേഹം ബസ്സിൽ ഡ്രൈവറായിരുന്നു. ജോലി ചെയ്യുന്നതിനിടയിലാണ് ആ അച്ഛൻ കൊല ചെയ്യപ്പെടുന്നത്. ബസ്സിൽ വെച്ച് സീറ്റിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം അന്ന് മരിക്കുന്ന സമയത്ത് 11 വയസ്സാണ് ഇന്ന് കൊല്ലപ്പെട്ട രമിത്തിനുള്ളത്. 9 വയസ്സുള്ള അനുജത്തി, വിധവയായ അമ്മ ഈ 2 മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ അവർ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണത്തിലാണ്. ഇന്ന് വീട്ടിൽ രമിത്തിൻ്റെ സഹോദരി രമിഷ, അവർ പ്രസവാസന്നയാണ്. അങ്ങനെ ആ വീട്ടിൽ അവരുണ്ട്. അവരുടെ ഒരു കുട്ടിക്ക് അസുഖം വന്ന് മരുന്ന് വാങ്ങാനും കൂടിയാണ് രമിത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. ആ രമിത്ത് ഇതുപോലെ സംഘർഷമൊക്കെയുള്ള ഒരു സ്ഥലത്ത് സ്വന്തം വീട്ടിൽ രമിത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്തരം എന്തെങ്കിലും അക്രമ സംഭവങ്ങളായിട്ടോ പ്രശ്നങ്ങളായിട്ടോ രമിത്തിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തനിക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് രമിത്ത് പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ രമിത്ത് ഇത്രയും കൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, എൻ്റെ അച്ഛനെ കൊന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് നേരെ ആക്രമണം ഉണ്ടാവില്ല എന്ന്. ആ ഒരു അമിത പ്രതീക്ഷയാണ്. CPM പോലുള്ള ഒരു പാർട്ടി എത്ര ക്രൂരമായും പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അച്ഛനെ കൊന്ന അതേ പാർട്ടിക്കാർ മകനെയും കൊന്നുകൊണ്ട് ഇന്ന് തെളിയിച്ചിരിക്കുന്നത്. CPM പറയട്ടെ, എന്താ രമിത്തിൻ്റെ പേരുള്ള പ്രശ്നം? അവനൊരു അച്ഛൻ്റെ BJP-കാരനായ ഒരു അച്ഛൻ്റെ മകനായി ജനിച്ചുപോയി എന്നുള്ളതല്ലാതെ വേറെ എന്ത് ആക്ഷേപമാണ് മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ വിളിപ്പാടകലെയുള്ള ഈ വീട്ടിലുള്ള രമിത്തിനെ കുറിച്ച് CPM-ന് പറയാനുള്ളത്? എന്തെങ്കിലും ഒരു ആരോപണം ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഉന്നയിക്കാനുണ്ടോ? നേരത്തെ അമ്മയെ വിധവയാക്കി, ഇപ്പോൾ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആ അമ്മയെ പൂർണ്ണമായും അനാഥയാക്കിയിരിക്കുകയാണ് പാർട്ടി. ഇതിന് മറുപടിയാണ്. വളരെ അരാജകമായൊരു സാഹചര്യമാണ്. രാഷ്ട്രീയ സംഘടനകൾ കൊലപാതകങ്ങളിലേക്ക് പോകുന്നു, അക്രമ പരമ്പര, ഇതൊക്കെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ BJP നേതൃത്വം കുറ്റപ്പെടുത്തുന്നത് ഇവിടെ ഒരു ഭരണ സംവിധാനമില്ല എന്നാണ്. ഈ ഭരണ സംവിധാനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന BJP-യുടെ ഈ വിമർശനത്തെ എങ്ങനെ കാണുന്നു? ഇല്ല, അതില് വേണു, താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടന്നിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ താങ്കൾ ഓരോന്നെടുത്ത് പരിശോധിച്ചോ?
തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് ബോംബെറിഞ്ഞ് രവീന്ദ്രനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ധനരാജിനെ കൊലപ്പെടുത്തിയത്. തുടർന്നാണ് മോഹനെ കൊലപ്പെടുത്തിയത്. ഇപ്പൊ BJP-ക്കാരായിട്ടുള്ള ചിലർക്ക് അക്രമത്തിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. പക്ഷേ താങ്കൾ അതിന്റെ ഓരോ വേരും എടുത്ത് പരിശോധിച്ചോ, വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകിൽ CPM പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി പോയി തിരിച്ചു വരുന്നവർ, അതല്ലെങ്കിൽ അക്രമത്തിന്റെ ഭാഗമായിട്ട് പങ്കാളികളായിട്ടുള്ളവർ, ഇതൊക്കെ ചെയ്തവർ ഒരു ഭാഗത്ത് ഏകപക്ഷീയമായി അക്രമം നടത്തുക. അക്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അക്രമത്തിന് വിധേയരാകുന്ന ആളുകൾ പ്രതിരോധിക്കും. ആ പ്രതിരോധത്തിന്റെ ഭാഗമായി എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ അത് മഹാസംഭവമായി പ്രചരിപ്പിക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫാസിസ്റ്റുകളുടെ സ്ഥിരം ശൈലിയാണിത്. റൈറ്റ്സ്റ്റാഗ് മന്ദിരത്തിന് തീ കൊളുത്തിയിട്ട് ഫാസിസ്റ്റുകൾ തീവച്ചിട്ട് ആ തീവച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വേട്ട നടത്തിയ ഫാസിസ്റ്റ് ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതേ രീതിയിലാണ് കണ്ണൂർ ജില്ലയിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ആസൂത്രിതമായി. എന്തിനാണ് RSS ഈ ആയുധ പരിശീലനം നടത്തുന്നത്? എന്തിനാണ്? ഇവിടെ രമിത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ ചെറുപ്പക്കാരനെ എന്തിനാണ് നിങ്ങൾ കൊടും ക്രിമിനലാക്കി വളർത്തിയത്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ ചോദിച്ചില്ല എന്താണെന്ന്. താങ്കളുടെ മാതൃഭൂമി പത്രത്തിൽ തന്നെ തുടർച്ചയായി വന്നിട്ടുള്ള വാർത്തയുണ്ട്, താങ്കളെടുത്ത് പരിശോധിക്കണം. വെണ്ടുട്ടായി എന്ന് പറയുന്ന, പിണറായിയിലെ വെണ്ടുട്ടായി എന്ന് പറയുന്ന RSSന്റെ കേന്ദ്രത്തിലെ കൊട്ടേഷൻ സംഘത്തെ കുറിച്ച്. ആ കൊട്ടേഷൻ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പിണറായി പരിസരങ്ങളിൽ പലയിടങ്ങളിൽ തുടർച്ചയായുള്ള കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഇത്തരം സംഭവങ്ങളുടെ ജനങ്ങൾ പ്രതികരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് എന്തുകൊണ്ടാ? ഇന്നലെ ഈ മോഹൻ എന്ന് പറയുന്ന സഖാവ്, താങ്കളൊന്ന് അന്വേഷിച്ച് നോക്കുക, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ആ നാടാകെ കരയാണ്. എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നോ? ആ നാട്ടുകാരുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ, ആ മോഹനെ എന്തിനു കൊലപ്പെടുത്തി? അതിന്റെ ഭാഗമായി സ്വാഭാവികമായി ജനങ്ങൾക്ക് രോഷം ഉണ്ടാവും. ആ രോഷത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതും ദൗർഭാഗ്യകരം തന്നെയാ. പക്ഷെ അങ്ങനെ ഉള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ മഹാസംഭവമാക്കി, അന്താരാഷ്ട്ര സംഭവമാക്കി മാറ്റുക, പ്രധാനമന്ത്രി പോലും ഇത്തരം സംഗതികളെ വെച്ചുകൊണ്ട് പ്രസംഗം നടത്തുക, എന്നിട്ട് CPIM-നെ കണ്ണൂർ ജില്ലയിൽ ശരിപ്പെടുത്തി കളയാം എന്നാണ് RSS-കാർ ധരിക്കുന്നെങ്കിൽ അതിന്റെ മുന്നിലൊന്നും മുട്ടുമടക്കാൻ കണ്ണൂർ ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് CPIM-ന് മനസ്സില്ല. ഇത് ഫാസിസ്റ്റ് തന്ത്രമാണ്. രാകേഷ്, രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, നിങ്ങൾ പറയുന്നു കേന്ദ്ര ഭരണത്തിന്റെ ഹുങ്കിലാണ് BJP ഇവിടെ CPM-നെ ഇങ്ങനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ മറുവാദത്തെ പ്രസക്തമാക്കുന്നൊരു വാദമാണ് നിങ്ങളുടേത്. ഇവിടെ നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന്. ഒന്ന്. രണ്ട്, ഈ വെണ്ടുട്ടായി കൊട്ടേഷൻ സംഘം പിണറായിയിലുള്ളത്, മുഖ്യമന്ത്രി എല്ലാ വാരാന്ത്യത്തിലും അവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. നിയമപാലനത്തിൻ്റെ ചുമതലയുള്ള ആളുമാണല്ലോ. എന്തേ ഈ സംഭവത്തിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാത്തത്? എന്തേ നിയമപരമായ നടപടികളിലേക്ക് പോകാത്തത്? അങ്ങ് മാതൃഭൂമി പത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ന് അങ്ങയുടെ പാർട്ടിയുടെ മുഖപത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഉള്ളതാണ്. RSSന്റെ സായുധ സംഘം ജില്ലയിൽ പലയിടത്തും റോന്തു ചുറ്റുന്നു. നിയമവ്യവസ്ഥയെയും നിയമപാലന സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചാണ് ഈ നരാധമ സംഘം പേക്കൂത്തു തുടരുന്നത്. അങ്ങനെയെങ്കിൽ എന്തിന് ആ പേക്കൂത്തു തുടരാൻ അനുവദിക്കുന്നു? ഉത്തരവാദപ്പെട്ടവർ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? ഇന്ന് അവിടുത്തെ പോലീസ് മേധാവി നിസ്സഹായത പ്രകടിപ്പിച്ചത് എന്തുകൊണ്ട്? അല്ല, ഇതിൽ ഒന്നാമത്തെ കാര്യം ഭരണത്തിന്റെ പിന്തുണ എന്ന് പറയുമ്പോൾ താങ്കൾ നോക്ക്, ഏതെങ്കിലും ഒരു സംഭവം CPIM-ന്റെ മുൻകൈയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ RSS പറയുന്നത് ഞാൻ അംഗീകരിച്ചു കൊടുക്കാം. ഏത് സംഭവം എടുത്ത് പരിശോധിച്ചോ? തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉൾപ്പെടെ പിണറായി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ പലയിടങ്ങളിലും ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കി. ഞങ്ങൾ അവിടെ ഭൂമിയോളം ക്ഷമിച്ചു. ഞങ്ങളെ സഖാക്കളോട് പറഞ്ഞു ക്ഷമിക്കണം, നിരവധി തവണ ആവശ്യപ്പെട്ടു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ നിമിഷം ബോംബെറിഞ്ഞ് ഒരു മനുഷ്യരെ കൊന്നു. എന്നിട്ട് ഞങ്ങൾ ഭൂമിയോളം ശ്രമിച്ചു. എന്നിട്ട് നിർത്തിയോ RSS? തുടർച്ചയായി ഞങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു, ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും മാത്രമല്ല, അങ്ങനെ അക്രമത്തിന് വിധേയരായ ഞങ്ങളെ അക്രമകാരികളെന്ന് ചിത്രീകരിക്കുന്നു. രാജ്യത്താകെ അങ്ങനെ നുണ പ്രചരണം നടത്തുന്നു. ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് ആ RSS-നെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താ? നിങ്ങൾ നോക്കൂ, അതിൽ പോലീസ് ശക്തമായ നടപടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില പോലീസുകാർക്ക് RSS-ന്റെ ബോംബിനെയും വാളും കാണുമ്പോൾ മുട്ടടിക്കുന്നതെന്നുള്ള വസ്തുതയാണ്. അത് ശക്തമായ നടപടിയെടുക്കാൻ ചിലർക്ക് കഴിയുന്നില്ല. നടപടിയെടുക്കും തീർച്ചയായും. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ശക്തമായി ഇടപെട്ടുകൊണ്ട് നടപടിയെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് മുട്ടടിക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. ആ മുട്ടടി മാറ്റി ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. രാകേഷ്, എപ്പോഴും കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അവർ അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ്. അത് ആന്റണിയുടെ കാലം മുതൽ തന്നെ കൃത്യമായി പോലീസ് സംവിധാനത്തെ ഫലപ്രദമായി ഈ രംഗത്ത് വിന്യസിച്ചുകൊണ്ടാണ് അത് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ അന്തിമ ഗുണഫലമായിട്ടാണ് അവർ പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ 5 വർഷക്കാലം രാഷ്ട്രീയ കൊലപാതകം പൂർണ്ണമായും അവിടെ ഇല്ലാതാക്കാൻ പറ്റിയെന്ന്. എന്താണ് ഈ അവകാശവാദത്തിന്റെ അടിസ്ഥാനം? ആർക്കൊക്കെ മുട്ടടിച്ചു? വല്ല അടിസ്ഥാനമുണ്ടോ ശ്രീ വേണു? CPM-ന്റെ എത്രമാത്രം പ്രവർത്തകരാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്? ഈ കണ്ണൂർ ജില്ലയിൽ എത്ര നിരവധി സഖാക്കളെ UDF അധികാരത്തിലിരിക്കുമ്പോൾ എത്ര ആളുകളെ കൊലപ്പെടുത്തി നമുക്കെല്ലാവർക്കും അറിയുന്നല്ലേ. ഞാനിവിടെ പേര് പറയണോ? എത്ര ആളുകൾ ഈ പരിസരത്ത് ഈ സംഭവങ്ങളൊക്കെ നടന്നതിന്റെ പരിസരത്തിന് എത്ര സഖാക്കൾ കൊന്നു കമ്മ്യൂണിസ്റ്റുകാരെ? ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്തുന്ന ഘട്ടത്തില് അത് വളരെ നിസ്സാരവൽക്കരിക്കുകയും അതിന് ഉത്തരവാദികളായവർക്കെതിരായി നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അനുഭവമായിരുന്നു UDF അധികാരത്തിലിരിക്കുമുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തിരിച്ചെന്തെങ്കിലും സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൽ ഗൂഢാലോചനയും അതിന്റെ മേലെ ഗൂഢാലോചനയും ഒക്കെ ചുമത്തി കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിന് വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു. അതും നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ UDF ഭരണത്തിലില്ല എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ശരി, ഒരു കാര്യം പ്രശ്നത്തിലേക്ക് താങ്കൾ വരും. ഒരു മിനിറ്റ്, അടിസ്ഥാന പ്രശ്നത്തിലേക്ക് വരും. എന്താ അടിസ്ഥാന പ്രശ്നം? ഇന്ത്യയിലാകെ BJP ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുണ്ട്. ആ രാഷ്ട്രീയ പ്രവർത്തന ശൈലി ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളത് തന്നെയാണ്, കീഴ്പ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഗുജറാത്തിലും ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ശ്രമിച്ചപ്പോ, ജാംബുവായിലും ഒറീസയിലും ഒക്കെ ശ്രമിച്ചപ്പോ പലരും അതിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് മുട്ടുമടക്കി കീഴടങ്ങിയിട്ടുണ്ട്. ആ കീഴടങ്ങിയതിന്റെ അനുഭവത്തിൽ നിന്നാണ് BJPയും RSSഉം അതിന്റെ സ്വാധീനം ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ വർദ്ധിപ്പിച്ചത്. എന്നാൽ RSSന്റെ വാൾബലത്തിന് മുന്നിൽ ഞങ്ങൾ കീഴടങ്ങില്ല, ഇവിടെ കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ജനതയാണ് കണ്ണൂരിലുള്ളത്. നിങ്ങളുടെ ആൾബലത്തിന്റെ മുന്നിൽ നിങ്ങളുടെ വാൾബലത്തിന് മുമ്പിൽ ഞങ്ങളുടെ ആൾബലമുണ്ട് എന്ന് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ മുന്നിൽ കീഴടങ്ങില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ കീഴടക്കി തങ്ങളുടെ അധീന പ്രദേശമാക്കാം, തങ്ങളുടെ കാൽച്ചുവട്ടിലാക്കാം എന്നുള്ളതാണ് അവരുടെ പ്രവർത്തന ശൈലി. അതിന്റെ ഭാഗമായാണ് ശാഖ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ആയുധ പരിശീലനം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കൃഷ്ണന്മാരെ കംസനാക്കുന്ന ക്രിമിനൽ പ്രവർത്തനം ശാഖകൾക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞില്ല ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്. ആ ചെറുപ്പക്കാരനെ കൊടും ക്രിമിനലാക്കി നിങ്ങൾ മാറ്റിയത് കൊണ്ടല്ലേ ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. എന്തിനാണ് ഇങ്ങനെ കൊട്ടേഷൻ സംഘങ്ങളെ, ക്രിമിനൽ കൂട്ടായ്മകളെ എന്തിനാണ് RSS സൃഷ്ടിച്ചുകൊണ്ടുവരുന്നത്? ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ യുദ്ധത്തിന് വരുമ്പോ ആ പാകിസ്ഥാനെ തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതിനാണോ ഈ ക്രിമിനലുകൾ? രാകേഷ്, ജനകീയ പ്രതിരോധം, വാൾബലത്തിന് മേൽ ആൾബലം, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇവിടെ ഒരു സർക്കാരുണ്ടല്ലോ, ആ സർക്കാരിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന പൊതുവിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? സർക്കാർ അതിൽ ഇടപെടാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഗവൺമെന്റ് ശക്തമായിട്ട് നടപടി സ്വീകരിക്കേണ്ട. അങ്ങനെ പറയുകയാണ് അവിടെ മുട്ടടിക്കുന്ന ഉദ്യോഗസ്ഥരാണെന്ന്. അങ്ങനെയെങ്കിൽ മാറ്റണം. അത് ചില ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചില ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ശക്തമായ റെയ്ഡ് നടത്തിയിരുന്നു. പോലീസ് പലയിടങ്ങളിൽ കയറി ശക്തമായ റെയ്ഡ് നടത്തി. അതിന്റെ ഭാഗമായി പലയിടങ്ങളിലും RSS ശേഖരിച്ചു വെച്ചിട്ടുള്ള ആയുധങ്ങൾ പിടിച്ചെടുക്കുക നമ്മൾ കണ്ടതാണ്. പലരും മാളത്തിൽ പോകുന്നത് നമ്മൾ കണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള സംഗതി തന്നെയാണ്. പോലീസ് ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ദേവി ഇതൊരു അല്പനേരം കൂടി ടെലിഫോണിൽ തുടർന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, കണക്കുകൾ ഇരുഭാഗത്തും അവരവർക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാവുന്ന അത്രയും സമ്പന്നരാണ് രണ്ടു കൂട്ടരും. ഇവിടെ ഇപ്പോൾ സർക്കാർ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന കാതലായ ചോദ്യം ഓരോ ഘട്ടത്തിലും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി പക്ഷേ ഒരു പ്രത്യേക രൂപത്തിലാണ് അതിന് മറുപടി നൽകുന്നത്. ഇത് ഏതെങ്കിലും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതല്ല, മറിച്ച് രാഷ്ട്രീയ സ്വഭാവമില്ലാത്ത അക്രമി സംഘം, ജനങ്ങളെ വകവരുത്താൻ പ്രത്യേക പരിശീലനം കിട്ടിയ സംഘം, അങ്ങനെ ഒരു കൂട്ടരിറങ്ങിയിരിക്കുന്നു കണ്ണൂരിൽ. ഈ രൂപത്തിൽ വേണമോ ഇതിനെ മനസ്സിലാക്കാൻ? അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ പരിഹാരമില്ലാത്തൊരു മുഖ്യമന്ത്രി എന്ന പദം അലങ്കരിക്കുകയാണോ പിണറായി വിജയൻ സ്വയം ചെയ്യുന്നത്? അല്ല, ഇവിടെ രാകേഷ് പറഞ്ഞു BJPയെ കുറിച്ച്. ഞാൻ 100% യോജിക്കുന്നു. BJP ഇന്ത്യയിലാകെ ഫാസിസം വളർത്തുന്ന കക്ഷിയാണ്. അഹിംസ അവരുടെ മാർഗമാണ്. ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ CPM അങ്ങനെയല്ലല്ലോ. അവിടെയല്ലേ പ്രശ്നം. ഇപ്പോൾ കണ്ടാൽ CPM-ഉം BJP-യും ഒരുപോലെ പരസ്പരം എണ്ണത്തിലും ഏതാണ്ട് ഒപ്പമാണ്. രാകേഷ് നേരത്തെ പറഞ്ഞ പ്രതിരോധം എന്ന വാക്കിനൊരു വലിയ അപകടം ഇവിടെയുണ്ട്.
അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അക്രമം തടയാനാണ് പ്രതിരോധം. അക്രമം ചെയ്താൽ അതിന് പേര് പ്രതികാരമെന്നാണ്. അത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നിയമവിരുദ്ധമാണ്. അത് മാത്രമല്ല, നേരത്തെ വേണു ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രധാന കാര്യം, ഇവിടുത്തെ എല്ലാ പൗരന്മാരുടെയും BJP-കാരുടെയും CPM-കാരുടെയും കോൺഗ്രസ്സുകാരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുമെന്ന് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അത് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുവോ? ഇതൊന്ന്. രണ്ടാമത്തെ വിഷയം, ഏതെങ്കിലും അർത്ഥത്തിൽ ഇങ്ങനെ പകരം കൊല ചെയ്യുകയാണ് നിങ്ങളുടെ മാർഗമെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമവും നടപ്പാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഒരാളെ കൊന്നാൽ അതിന് നിയമപരമായ നടപടി എന്താ? ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ശരിയാ, ജനാധിപത്യത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് കണ്ണൂർ നടക്കുന്നത്. അപ്പം ജനാധിപത്യവും നിയമവാഴ്ചയും കണ്ണൂരിലെങ്കിലും പൂർണ്ണമായി പരാജയപ്പെടുന്നു. അവിടെയാണ് എന്നെപ്പോലെ ഒരാൾക്ക് BJP-യോ CPM-ഓ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഞാൻ എൻ്റെ പണം കൊണ്ട് നികുതി കൊടുക്കുന്ന സർക്കാർ വരുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം, BJP-യെ നേരിടാൻ, BJP-യുടെ ഹിംസയെ നേരിടാൻ ഇതേ വഴിയുള്ളൂ എന്നൊക്കെ രാകേഷ് പറയുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്ത് BJP-യെ നേരിട്ട് ഒരുപാട് പേരുണ്ട്. ഞാൻ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയാണ്. BJP-ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടി ഡൽഹി സംസ്ഥാനത്ത് കൊടുത്ത ആളുകളാണ്. നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ ബീഹാറിലുണ്ട്. ഇതൊന്നും അക്രമം കൊണ്ട് നേടിയതല്ല. നേരെ മറിച്ച് ജനാധിപത്യം കൊണ്ട്, നിയമം കൊണ്ട് നേരിടണം. ഇവിടെ പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. ഇതൊരു അരാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് അംഗീകരിക്കണം. കൊലപാതകവും പകരം കൊലപാതകവും ആരാദ്യം ചെയ്തു എന്നുള്ള തർക്കമൊക്കെ നമുക്കുണ്ടാവാം. ഈ തർക്കം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതല്ല വിഷയം. പകരമാണെങ്കിൽ പോലും കൊലപാതകം അരാഷ്ട്രീയമാണെന്നറിയണം. സാധാരണ മനുഷ്യരാണ് കുടുംബമില്ലാതായി മരിച്ചു പോകുന്നത്. അതുകൊണ്ട് നിയമം നടത്താൻ ബാധ്യതപ്പെട്ട മുഖ്യമന്ത്രി നിയമം നടത്തുമെന്ന വിശ്വാസം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് പോലും ഇല്ലാത്തത് കൊണ്ട് കൊന്നാളെ തിരിച്ചു കൊല്ലുന്നു എന്ന വാദം ഒരാൾ ഉന്നയിച്ചാൽ നമുക്ക് കുറ്റം പറയാനാവില്ല. മറ്റൊരു കാര്യം, നേരത്തെ ശ്രീ വത്സൻ പറഞ്ഞു തുടങ്ങിയതിൽ ഒരു രസമുള്ള കാര്യമുണ്ട്. ഒരു പാർട്ടിക്കും അവിടുത്തെ ഗുണ്ടകളുടെ മേൽ നിയന്ത്രണമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഗുണ്ടാ സംഘങ്ങൾ, അത് രാഷ്ട്രീയമായ ആവേശം കൊണ്ട് ചെയ്യണമെന്നില്ല. ഗുണ്ടാ സംഘങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോറ്റുന്നു. തൻ്റെ നാട്ടിൽ ഗുണ്ടകൾ വിളയാടുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പിന്നെ ആ മുഖ്യമന്ത്രി എന്തിനാ? അപ്പോൾ കൃത്യമായ നിയമം നടപ്പാക്കാൻ ശക്തമായ പോലീസ് സംവിധാനം ഉണ്ടാകണം. ആ നിയമം പാലിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാവണം. ഇത് രണ്ടുമില്ലെങ്കിൽ കണ്ണൂർ എന്നും കണ്ണീര് മാത്രമായിരിക്കും വേണു. അതിൽ നിന്ന് രക്ഷപ്പെടില്ല. പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിൽ, അത് BJP-കാരനായാലും കോൺഗ്രസ്സുകാരനായാലും CPM-കാരായാലും, അവരുടെ വീടുകളിൽ നമ്മൾ പോയാൽ അതിൻ്റെ കാര്യം മനസ്സിലാവും. അവിടെ ചെല്ലുമ്പോൾ അവരുടെ ദുരിതം, അമ്മ, ഭാര്യ, പെങ്ങൾ, മകൾ, സ്ത്രീകൾ, സഹോദരൻ എല്ലാവരും കരയല്ലേ. ഇതിനാരാ ഉത്തരവാദി? ഇതിന് നമ്മളോട് ഉത്തരവാദിത്വം BJP-ക്കല്ല. കാരണം BJP ഒരു പുറത്തുള്ള കക്ഷിയാണ്, ഫാസിസ്റ്റാണ്. എനിക്കും വേണുവിനും ഉത്തരവാദിത്വം ചോദിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ്. അതിന് മറുപടി പറയാതെ മുഖ്യമന്ത്രിക്ക് ഒരു ഇഞ്ച് പോകാൻ പറ്റില്ല. അദ്ദേഹം പറയുകയാണ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? എനിക്ക് നിയമം പാലിക്കാൻ പറ്റില്ല. എൻ്റെ പാർട്ടിക്കാർ നിയമം പാലിക്കണമെന്ന് പറയാൻ, ചെയ്യിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയ അപകടത്തിലാണ് കേരള രാഷ്ട്രീയം. അത് രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയമാണ്. വേറെന്തൊക്കെയോ മറച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല.